വാർത്തകൾക്കൊപ്പം തന്നെ വിശേഷങ്ങളാണല്ലോ രാവിലെ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിടയിലുള്ള സന്തോഷം അല്ലേ ഏട്ടാ? സന്തോഷമല്ലേ? എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? ഈ രാവിലെ ഞാൻ ഇവിടെ വന്നത് ഒരുപാട് ലോട്ടറിക്കാരെ കണ്ടത്. ഈ മീൻ വിൽക്കുന്നതിനേക്കാളും കൂടുതൽ ലോട്ടറി വിൽപ്പനയാണ് ഇവിടെ. മാത്രമേ കുഴപ്പമില്ല കച്ചവടമുണ്ട്, കുഴപ്പമില്ല. ആളുണ്ട് ഇവിടെ മേടിക്കാനുണ്ട്, പിന്നെ പരിചയക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ മേടിക്കും. ഈ ഞാനേ ഇവിടെ വന്നപ്പോ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ചേട്ടൻ ഇവിടുത്തെ മാർക്കറ്റിലെ ആണല്ലേ? ചേട്ടനെ ഞാൻ കണ്ടു, എന്നോട് പറഞ്ഞു ആ ചേട്ടനാണ് ചേട്ടൻ എന്ന് പറഞ്ഞു. അപ്പളേ ഈ ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു, ഇതൊരു തടസ്സമല്ലേ ഇതിന്? തടസ്സമുണ്ട്. വണ്ടി ഇപ്പൊ നോക്കി ഒതുക്കി വെച്ചിട്ടൊക്കെയാണ് പോണത്, കാരണം പിന്നെ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ആണ് പോകുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ നിങ്ങൾ നിൽക്കുന്നത് ചമ്പക്കര, ഈ പാലത്തിനപ്പുറം ഉള്ളത് ഏരൂര് അല്ലേ? ഈ ചമ്പക്കരയിൽ നിന്ന് ഏരൂർക്ക് പോകാൻ ഈ കുഞ്ഞു പാലം ഉള്ളോ? കുഞ്ഞു പാലം മാത്രമേ ഉള്ളൂ, വേറെ പാലമില്ല. അപ്പൊ പെട്ടെന്നൊരു ആശുപത്രി കേസ് ഒന്ന് എന്ത് ചെയ്യേട്ടാ? ആശുപത്രി കേസ് അപ്പുറത്തൂടി വരുള്ളൂ, ഇതിലെ പോവാം, ഓട്ടോ അർക്കക്കട വഴി അങ്ങനെ പോവാം, പാലാട്ടം അങ്ങനെ പോവാം. ഇപ്പൊ എന്നോട് ഇപ്പൊ ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, എസ് കെ എന്ന് പറഞ്ഞ ചേട്ടൻ എന്നെ കണ്ട് സംസാരിച്ച്, എസ് കെ എന്ന് പറഞ്ഞ ചേട്ടൻ ഷെയ്ഖ് നൂറുദ്ദീൻ എന്നാണ് ചേട്ടൻ പേര് പറഞ്ഞത്. ചേട്ടൻ എന്താണ് ഇവിടെ ഉണ്ടാവും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം. ചേട്ടാ നമസ്കാരം. രാവിലെ മീൻ വാങ്ങാൻ ഇറങ്ങിയതാണോ? ഞാൻ മീൻ മേടിച്ച് കച്ചവടം ചെയ്യാനാ. കച്ചവടം ഉണ്ടോ? ചെറിയതായിട്ടൊക്കെ ചെയ്യും. അപ്പൊ എവിടെ മീൻ എടുക്കുന്നത്? മീൻ ഇവിടെ തന്നെ എടുത്തിട്ട് പുറത്തു വയ്ക്കും. ഇവിടെയൊക്കെ സൈക്കിളോടെ വെച്ചാൽ ഇച്ചിരി അധികം സുഖമില്ല, അതിനൊക്കെ തള്ളിയ ചവിട്ടിയൊക്കെ കൊണ്ട് ഒരു 10-12 കിലോ എടുക്കുള്ളൂ, അത്രേ ഉള്ളൂ. ഇത് ഏതൊക്കെ മീൻ എടുത്തേ ഒന്ന് കാണിച്ചു തരും. മീൻ ഏതൊക്കെ എടുത്തേ? ചാള, മത്തി. ഈ മീനിന്റെ പേരെന്താ? അത് കലവ. ഇത് അയില, ഇത് ചെമ്മീൻ, കക്കാറച്ചി. ചെമ്മീനും കക്കയും. അപ്പൊ ഇത് മൊത്തത്തിലൊരു 12 കിലോ അല്ലേ? അപ്പൊ ഈ മീനൊക്കെ ആയിട്ട് സൈക്കിളിൽ പോയി വീടുകളിൽ കയറി വെക്കുവാണോ? എല്ലാ ദിവസവും ചമ്പക്കരയിൽ നിന്നാണ് എടുക്കുന്നത്? ഇവിടെ നിന്ന് തന്നെ എടുക്കണം. വേറെ നേരത്തെയൊക്കെ പോയി പാന്റെ കൂടെ വഹിക്കാനൊക്കെ, ഇപ്പൊ അവന് സാരമില്ല, വേറെ തേവരെന്നൊക്കെ എടുക്കും. എല്ലായിടത്തും കണക്കാ. ഈ ടി വി ഒക്കെ കാണാറുണ്ടോ? ടി വി ചാനൽ കാണാറുണ്ട്. എന്താ ഒരു അഭിപ്രായം മൊത്തത്തിൽ ഈ കേരളത്തിൽ ടി വിനെ പറ്റിയൊക്കെ? ടി വി വന്നാൽ നന്നായി, കുറെ വിവരങ്ങളൊക്കെ അറിയാം. അല്ലെങ്കിൽ ഇതൊന്നും അറിയാമല്ലോ. പത്രം ഇപ്പൊ എല്ലാരും വായിക്കാത്തവരുണ്ട്, കൃത്യം എല്ലാം വായിക്കാത്തവരുണ്ട്. ഇത് വന്ന കാരണം എല്ലാ വിവരങ്ങളും എവിടെയൊക്കെ നടക്കണത് തെറ്റാണേലും ശരിയാണേലും അത് നമുക്ക് അറിയാൻ പറ്റും. തെറ്റോ? ഞങ്ങൾ തെറ്റൊന്നും പറയാറില്ല. അതിപ്പോ അങ്ങനെയല്ലേ പറയുള്ളൂ. ഈ ചേട്ടനാണ് എസ് കെ. ഞാൻ ആദ്യം പറഞ്ഞില്ല എസ് കെ, ഇതാണ് എസ് കെ. എന്താണ് എസ് കെ എന്ന് വിളിക്കുന്നത്? എന്റെ പേര് ഞാൻ പറഞ്ഞില്ല, എന്താ പറയാ, ഷെയ്ഖ് നൂറുദ്ദീൻ എന്നാണ്. അപ്പൊ വികസനം ഞാൻ 26 കൊല്ലമായിട്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുന്നത്. ഈ പാലത്തിന്റെ പ്രശ്നമാണ് ചേട്ടൻ പറയുന്നത്. അതായത് കണ്ടോ, വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഈ അക്കരെയുള്ള ആളുകൾക്ക് ഈ വണ്ടി എത്തിക്കാനുള്ള ഏക വഴി ഇതാണല്ലേ? ഒരു വികസനം വന്നിട്ടില്ല, ഇവിടെ മാത്രമേ വന്നിട്ടില്ല ഒരു വികസനം. ഈ കൊച്ചി ഇത്ര വികസിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ഇവിടെ മാത്രം നിൽക്കുമ്പോഴേ ഇവിടെ മെട്രോ വന്ന് അത് വന്ന് എല്ലാം വന്നു. ഇത് മാത്രം ഈ ഒരു പാലം മാത്രം പൊളിച്ചു പണിയാൻ പറ്റാത്ത സർക്കാരാണ്. ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ പറഞ്ഞായിരുന്നോ? ജനപ്രതിനിധികളോട് എനിക്ക് പറയാൻ പറ്റില്ലല്ല, ഞാൻ ഇവിടുത്തെ പണിക്കാരനാ. അതിനെന്താ, പിന്നെ നമ്മൾ വോട്ട് ചെയ്യണല്ലേ? നേരത്തെ ഇവിടെ നിന്നുണ്ടെങ്കിൽ കടുത്തായിരുന്നു, അക്കരന്ന് കടുത്ത വഞ്ചിയായിരുന്നു. ആ വഞ്ചിക്കാണ് ആൾക്കാർ അക്കരെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അന്ന് പാലയിലഞ്ഞു. ആ കടുത്ത വഞ്ചി 2 പ്രാവശ്യം മുങ്ങി, മരണമൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നടപ്പിന് വേണ്ടി മാത്രം ഒരു പാലം റെഡിയാക്കിയതാണ്. അന്ന് കുറെ ആൾക്കാർ, ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്, അപ്പൊ കുറെ ആൾക്കാർ ഇടപെട്ടപ്പോൾ തൽക്കാലം ഒരു നടപ്പാത ആ ലെവലാണ് ഈ പാലം തുടങ്ങിയത്. അപ്പൊ ഈ പെട്ടെന്ന് ഒരു ആശുപത്രി കേസൊക്കെ വലിയ പാടാണല്ലേ? പണിയാൻ ബുദ്ധിമുട്ടാണ്. എത്ര ചുറ്റി പോകണം? ഇപ്പൊ അതേ തൊട്ടപ്പുറത്തെ വീട്, ആ അക്കരെയുള്ള വീട്ടിലേക്ക് എത്ര ചുറ്റി പോകണം റോഡ് വഴി? ഇപ്പൊ നേരാണ് നമുക്ക് ഇതിലേ പോകണമെങ്കിൽ ഇരുമന എരുവര് ഒരുപാട് സ്ഥലത്ത് പോവാം, അതാണ് ഈ എളുപ്പ വഴിയാ. അപ്പൊ ഇവിടുന്ന് പോയിട്ട് 1 മണിക്കൂർ ഓടി പോകേണ്ട സ്ഥലത്ത് ഒരു 15 മിനിറ്റ് കൊണ്ട് ചെല്ലാം. അതാണ് ഇതിന്റെ ഈ ഒരു ഇത്. അല്ലെങ്കിൽ വടക്ക് കോട്ട വഴി ഇറങ്ങി എരൂര് വഴി ഇറങ്ങി വരണം. ഇതിനെ നേരെ ഷോർട്ട് കട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എരൂരല്ല, ആ എരൂര് പോകട്ടെ ഇരുമ്പനത്തെ കാക്കറാണ് എവിടെ വേണമെങ്കിലും പോവാം. ഓക്കെ, അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ. ഈ നിങ്ങൾ ഇവിടുത്തെ കൗൺസിലറോ കൗൺസിലറോ അല്ലെങ്കിൽ ജനപ്രതിനിധികളൊക്കെ പറയണം. എല്ലാരും അറിഞ്ഞ് ഇടപെട്ടിട്ടുണ്ട്, ഉടനെ തന്നെ തീരുമാനം ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ പാലം സെറ്റാക്കാന്ന് പറഞ്ഞോ? ഒരു 5 വർഷത്തിനുള്ളിൽ ഇത് ഇവിടെ നിന്ന് നേരെ അമ്പലത്തിന്റെ അങ്ങോട്ട് ഇവിടുന്ന് പാലം കയറിയിട്ട് ഇവിടെ ഗന്ധർവ ക്ഷേത്രമുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ നിന്ന് നേരിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പൊ ഇവിടെയുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു കിട്ടും. അങ്ങോട്ട് പോകാന്നൊക്കെ തീരുമാനിച്ചേക്കണം. ഒരു 5 വർഷത്തിനുള്ളിൽ ആവുമെന്നൊക്കെ പറഞ്ഞേക്കണത് ആണല്ലേ?
അപ്പൊ എന്തായാലും 5 വർഷം കഴിയുമ്പോൾ ഇവിടെ ഒരു പാലം ഉണ്ടായാൽ മതിയായിരുന്നു. മതി, നടക്കട്ടെ. നടക്കട്ടെ നടക്കട്ടെ. നല്ല കാര്യമല്ലേ? പിന്നെ നല്ല കാര്യമല്ലേ ചേട്ടൻ? ഇക്കാര്യങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് പറയണമല്ലോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 65 വയസ്സായി, അതിനുള്ളിൽ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതാണ്. ഓക്കെ ഓക്കെ ബാ. അപ്പൊ ഇതേ കേട്ടോ, ഇതിന്റെ ഉള്ളിലേക്ക് അകത്തേക്ക് ഇങ്ങനെ മീനിന്റെ വണ്ടിയൊക്കെ വന്നോണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ചായക്കടയുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. നമുക്ക് ചായക്കടയിൽ ചേട്ടൻ നമ്മളൊക്കെ ചിരിക്കുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്താ? പേര് ബൈജു. ബൈജു. ബൈജുട്ടൻ എത്ര ആളാണ് ഇവിടെ കച്ചവടം? ഞാനിത് 2-3 വർഷമായി. 3 വർഷമായി. ഓക്കെ. അപ്പൊ എങ്ങനെയാ ഇവിടെ രാവിലെ എല്ലാ ദിവസവും ഇങ്ങനെ നല്ല തിരക്കും ഒക്കെ ഉണ്ടോ? നല്ല തിരക്കുള്ള സ്ഥലമാണ്. നല്ല തിരക്കുള്ള സ്ഥലമാണ്. ആണല്ലേ? എങ്ങനെയാ ഈ ഒരുപാട് പേര് മീൻ വാങ്ങാനാണോ വിൽക്കാനാണോ എങ്ങനെയാ കൂടുതൽ? മീൻ വാങ്ങാനും വരുന്നവരുണ്ട്, വിൽക്കാനാണ്ട് എടുക്കുന്ന കച്ചവടക്കാരുണ്ട് ഇഷ്ടംപോലെ. ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ വരുന്ന സ്ഥലമാണ് ചമ്പക്കര മാർക്കറ്റ്. അപ്പൊ എല്ലാരും ഹാപ്പിയാണ് ഈ ചമ്പക്കര മാർക്കറ്റിൽ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ? സംവിധാനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇത് ആരാ നടത്തിപ്പൊക്കെ എങ്ങനെയാ? നടത്തിപ്പ് എങ്ങനെ ഇവിടെ ഇതില് യൂണിയൻ ഉണ്ട്, പിന്നെ തരകന്മാരുണ്ട്, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്, തൊഴിലാളികൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു സംവിധാനമാണ്. ഓക്കെ ഓക്കെ.